ഇന്ത്യൻ സിനിമാ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ലോകോത്തര നിലവാരമുള്ള ഒരു ഡിസ്റ്റോപ്പിയൻ സയൻസ് ഫിക്ഷൻ സിനിമയാണ് കൽക്കി 2898 AD. ഇന്ന് കൽക്കിയിലെ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് കാണിക്കുന്ന ഫ്രെയിം മുതൽ സിനിമ ആരംഭിക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിലെ പ്രധാന സംഭവങ്ങളിലൂടെയാണ് കഥ നടക്കുന്നത്. 18 ദിവസങ്ങളിൽ നടന്ന യുദ്ധത്തിലെ പ്രധാന സംഭവങ്ങൾ കാണിക്കുമ്പോൾ ഞാൻ കരുതിയത് കൃത്യമായ ടൈം ലൈൻ ഫോളോ ചെയ്താണ് പോകുന്നത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. യുദ്ധത്തിൻ്റെ 10ാം നാളാണ് ഭീഷ്മർ ശരശയ്യയിലാവുന്നത്. 13ാം നാളാണ് ചക്രവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യു കൊല്ലപ്പെടുന്നത്. 17ാം നാളാണ് യുദ്ധഭൂമിയിൽ താഴ്ന്നുപോയ രഥത്തിൻ്റെ ചക്രം ഉയർത്തുന്നതിനിടയിൽ കർണൻ കൊല്ലപ്പെടുന്നത്. 15ാം നാളാണ് തൻ്റെ മകൻ അശ്വത്ഥാമാവിൻ്റെ മരണവാർത്ത കേട്ട് ആയുധം താഴെ വെച്ച ദ്രോണാചാര്യരെ ദൃഷ്ടദ്യുമ്നൻ കൊല്ലുന്നത്. ഇവിടെ ടൈം ലൈനിൻ്റെ ഒരു മിസ്റ്റേക്ക് വിഷ്വൽസിൽ കാണുന്നുണ്ട്. കർണൻ്റെ മരണശേഷമാണ് ദ്രോണരുടെ മരണം കാണിക്കുന്നത്. ദ്രോണരുടെ മരണം കാണിക്കുന്നതിന് മുൻപ് മരിച്ചു കിടക്കുന്ന ഒരു ആനയെയും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡയലോഗും കേൾക്കുന്നുണ്ട്. സത്യസന്ധതയ്ക്ക് പേര് കേട്ട പാണ്ഡവരിലെ മൂത്ത മകനായ യുധിഷ്ഠിരൻ്റെ വാചകങ്ങളാണത്. സംസ്കൃതത്തിലുള്ള ആ വാചകത്തിൻ്റെ അർത്ഥം ഇതാണ്: അശ്വത്ഥാമാവ് മരിച്ചു, ആന. സ്വന്തം മകൻ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ ദ്രോണർ ആയുധം താഴെ വയ്ക്കുമെന്ന കൃഷ്ണൻ്റെ ആശയമാണ് ഇതിന് പിന്നിൽ. എന്നാൽ അശ്വത്ഥാമാവിനെ വധിക്കുക എന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് പാണ്ഡവരിലെ ഭീമൻ അശ്വത്ഥാമാവ് എന്ന പേരുള്ള ആനയെ കൊല്ലുകയും യുധിഷ്ഠിരൻ അത് വിളിച്ചു പറയുകയും ചെയ്തു. വിളിച്ചു പറഞ്ഞതിൽ തന്നെ അശ്വത്ഥാമാവ് മരിച്ചു എന്നുറക്കെയും തുടർന്നുള്ള ആന എന്ന് പതുക്കെയുമാണ് പറഞ്ഞത്. ഇത് വളരെ കൃത്യമായി സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഡയലോഗിൻ്റെ ആദ്യ ഭാഗം ഉറക്കെയും തുടർന്നുള്ള ഭാഗം പതുക്കെയുമാണ് പറയുന്നത്. ടൈറ്റിൽ കാർഡ് കാണിക്കുന്നതിൽ കൽക്കിയുടെ കെയെ സൂചിപ്പിക്കാൻ തായ്, ഗ്രീക്ക്, ഇംഗ്ലീഷ്, ചൈനീസ്, ഹിന്ദി, ജാപ്പനീസ്, ബംഗാളി, തെലുങ്ക്, മലയാളം, ഒഡിയ എന്നിങ്ങനെ പ്രധാനമായും 10ഓളം ഭാഷകളിലെ ലെറ്റേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടൈറ്റിൽ കാർഡിന് ശേഷം പിന്നീട് കാണിക്കുന്നതും ഹിസ്റ്റോറിക്കൽ എവല്യൂഷനാണ്. അതും മനുഷ്യൻ്റെ ക്രൂരകൃത്യങ്ങൾ മാത്രമാണ് എടുത്തു കാണിക്കുന്നത്. 1200 BC-യിലെ ദി കെൽറ്റ്സ്, 5 AD-യിലെ റോമൻസ്, 18ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് ആധിപത്യവും സ്ലേവറിയും, 1940-കളിലെ നാസി ഇൻവേഷൻ, 2ാം ലോക മഹായുദ്ധം, കമ്മ്യൂണൽ റൈറ്റ്സ്, ആധുനിക യുഗത്തിലെ ഭോപ്പാൽ ദുരന്തം, ഡിഫോറസ്റ്റേഷൻ, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, പിന്നീട് കാണിക്കുന്ന 3ാം ലോക മഹായുദ്ധവും തുടർന്ന് എല്ലാ രാജ്യങ്ങളും കോംപ്ലക്സിന് മുന്നിൽ തലകുനിക്കുന്നതുമാണ്. എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലാഗ്സ് കോംപ്ലക്സിന് മുന്നിൽ താഴ്ന്നു പോകുന്നത് കാണാം. കഴിഞ്ഞ 6000 വർഷങ്ങൾക്കുള്ളിലെ സംഭവങ്ങൾക്ക് ശേഷം ഭൂമിയിൽ കോംപ്ലക്സ് മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന് ചിത്രത്തിൻ്റെ തുടക്കത്തിലേ കാണിക്കുന്നുണ്ട്. 2898 AD എന്ന് സബ്റ്റിലായി കാണിക്കുകയും കൂടെ 6000 വർഷങ്ങൾക്ക് ശേഷം എന്ന് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ചിത്രത്തിൻ്റെ സെൻസർ ബോർഡ് റെക്കമെൻഡേഷൻ കൊണ്ടാണ് ചെയ്തത് എന്ന് ഫിലിം സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും അങ്ങനെയൊരു കാർഡ് കാണിക്കാൻ തുടക്കത്തിൽ ഫിലിം ക്രൂവിന് പ്ലാൻ ഇല്ലായിരുന്നു എന്ന് വേണം കരുതാൻ. കാശിയുടെ എൻട്രൻസായി കാണിക്കുന്നത് മണികർണിക ഘട്ട് ആണ്. ഗംഗയുടെ തീരത്തുള്ള മണികർണിക ഘട്ട് കാശിയിലെ തന്നെ വളരെ പ്രശസ്തമായ ശവസംസ്കാര കേന്ദ്രമാണ് ഇന്ന്. 6000 വർഷങ്ങൾക്ക് ശേഷവും അവിടം ക്രിമേഷൻ സെൻറ്റർ ആയിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. 500 യൂണിറ്റ്സ് കൊടുത്താൽ ഇൻസ്റ്റൻറ്റ് ക്രിമേഷൻ നടത്തും എന്നുള്ള ബോർഡ് കാണാം. റൂമി തൻ്റെ കൂടെയുള്ളവരെ കാണുന്നത് കാശിയിലെ തന്നെ ഓൾഡ് കാശി ഹൈപ്പർ ലൂപ്പ് എന്നയിടത്ത് വെച്ചാണ്. കാശി ലൂപ്പ് എന്നെഴുതിയ ഒരു ഹൈപ്പർ ലൂപ്പ് വെഹിക്കിളും അവിടെ കാണാം. ബുജിയുടെ ഹോളോഗ്രാഫിക് സ്ക്രീനിൽ ലൂക്കിൻ്റെ ബൗണ്ടി ഡീറ്റെയിൽസ് കാണിക്കുമ്പോൾ ലൂക്ക് ഉണ്ടായിരുന്ന സ്ഥലം ഓൾഡ് കാശിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. റൂമിയുടെ മരണത്തിന് മുൻപ് അയാൾ കലിയുഗ അവതാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ അഹൂറ മസ്ദ എന്നത് പേർഷ്യയിലെ പ്രീ ഇസ്ലാമിക് റിലീജിയനായ സോറോ അസ്ട്രിയാനിസത്തിലെ സുപ്രീം ഗോഡാണ്. അഹൂറ എന്നാൽ ദൈവം എന്നും മസ്ദ എന്നാൽ വിസ്ഡം അഥവാ ജ്ഞാനം എന്നുമാണ് അർത്ഥം. രുദ്ര ചക്രിൻ എന്നത് ടിബറ്റൻ ബുദ്ധിസ്റ്റ് എസ്കറ്റോളജിയിലെ ശമ്പല എന്ന മിത്തിക്കൽ ലാൻഡിലെ ഈവിൾ ഫോഴ്സസിനെ തോൽപ്പിച്ച് സുവർണയുഗം കൊണ്ടുവരുന്ന ഫ്യൂച്ചർ കിങ് ആണ്. സെക്കൻഡ് കമ്മിങ് ആയിരിക്കും നമുക്ക് ഇതിൽ കുറച്ചെങ്കിലും പരിചയം കാണുന്ന വാക്ക്. ഹ്യൂമാനിറ്റിയുടെ ഫൈനൽ സാൽവേഷനു വേണ്ടി ക്രിസ്ത്യാനിറ്റിയിലെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഭൂമിയിലേക്കുള്ള 2ാം വരവാണിത്. ഇതെല്ലാം ഹിന്ദുയിസത്തിലെ കൽക്കി അവതാരത്തിൻ്റെ മറ്റു പേരുകളാണ്. ശമ്പലയിൽ ഹോളി ട്രീയുടെ വേരുകളിൽ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ് നടത്തി റിസൾട്ട് എടുക്കുന്നവരെ കാണിക്കുന്നുണ്ട്. അവരുടെ കയ്യിലെ എക്യുപ്മെൻറ്റിൽ കാണിക്കുന്നത് പ്രധാനമായും കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും അളവാണ്. 2 എലമെൻസിൻ്റെയും അളവ് വളരെ കുറവാണെന്നും കാണിച്ചിട്ടുണ്ട്. കോംപ്ലക്സിലെ ജോലിക്കായി റോക്സി ചെല്ലുമ്പോൾ സ്കാൻ ചെയ്ത സ്ക്രീനിൽ കാണിക്കുന്നത് 91 ഡേയ്സ് വാലിഡിറ്റി ഉള്ള പാസ്സാണ് റോക്സിക്കുള്ളത് എന്നാണ്. എന്നാൽ സ്കാനിങ് മെഷീൻ പറയുന്നത് 70 ഡേയ്സ് എന്നാണ്.
ചിലപ്പോൾ 21 ദിവസം കഴിഞ്ഞാവാം റോക്സി കോംപ്ലക്സിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്രയും നാൾ ഭൈരവനെ അന്വേഷിച്ച് നടക്കുകയും ആയിരുന്നിരിക്കാം. ഇവിടെ മാത്രം ഞാൻ എൻ്റെ ഫാൻ തിയറി ഉപയോഗിക്കുകയാണ്. ഭാവി പ്രവചിക്കുന്നയാളിൻ്റെ യന്ത്രത്തത്ത ഭൈരവൻ്റെ ഭാവി പറയാൻ ശ്രമിക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന കാർഡുകൾ ഓരോന്നായി നോക്കാം. ഒന്നാമത്തെ കാർഡിൽ സൂര്യൻ കേന്ദ്രമായുള്ള പ്രപഞ്ചമാണ് കാണിക്കുന്നത്. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഗ്രഹണങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. രണ്ടാമത്തേതിൽ ഇല പൊഴിയുന്ന ഒരു മരച്ചിലയും അത് പിടിച്ചിരിക്കുന്ന കൈയുമാണ്. പാസേജ് ഓഫ് ടൈം അഥവാ സമയത്തിൻ്റെ ഒഴുക്കിനെ ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അടുത്തത് പരുന്ത്, സിംഹം, മനുഷ്യനാൽ ചുറ്റപ്പെട്ട പാതി ശരീരം മറച്ച ഒരു സ്ത്രീയാണ്. രണ്ട് കൈയിലും 2 ഹെഡഡ് ആരോസ് കാണാം. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്ന പവർഫുള്ളായ ഒരു ഗോഡസിനെയും പ്രകൃതിയുമായുള്ള ബന്ധവും ആവാം. നദിയിൽ ഒഴുകുന്ന ഒരു ശിശുവും അടുത്ത് നിൽക്കുന്ന കുതിരയെയും കാണാം. കർണൻ്റെ ജനനവും തുടർന്ന് ഗംഗാനദിയിൽ ഉപേക്ഷിക്കപ്പെടുന്നതും പിന്നീട് കുതിരവണ്ടിക്കാരനായ അധിരഥൻ എടുത്തു വളർത്തുന്നതുമായി ഇതിനെ കണക്ട് ചെയ്യാം. മറ്റൊരു കാർഡ് തിളങ്ങുന്ന കഠാര പിടിച്ച ഒരു കൈയും അത് ഉപയോഗിച്ചൊരു പാമ്പിനെ നെടുകെ മുറിച്ചിരിക്കുന്നതും ചുറ്റും വെള്ളവുമാണ് കാണുന്നത്. തൻ്റെ വജ്രായുധം ഉപയോഗിച്ച് ഋഗ്വേദ നദികളെ തടഞ്ഞു വെച്ചിരുന്ന മനുഷ്യരൂപമുള്ള പാമ്പായ വൃത്രയെ കൊന്ന് നദികളെ മോചിപ്പിച്ച ഇന്ദ്രദേവനെ ആവാം ഇവിടെ കാണിക്കുന്നത്. പോത്തിൻ്റെ പുറത്ത് കയ്യിൽ പാശവും ചുമലിൽ ഗദയുമായി നിൽക്കുന്ന ഹിന്ദു പുരാണത്തിലെ മരണത്തിൻ്റെ ദേവനായ യമദേവനാണ് അടുത്ത കാർഡിൽ. അവസാനമായി കാണിക്കുന്നത് ഗ്രഹണവും കൂടെ ഒരു നക്ഷത്രവുമാണ്. കൗൺസിലർ ബാനി പറഞ്ഞതുമായി കൂട്ടിച്ചേർത്ത് നോക്കിയാൽ ഈ ജന്മത്തിൽ കലിയുഗത്തിലെ ഏതോ വലിയൊരു ശക്തിയാണ് ഭൈരവൻ. പലയിടത്തും പറയുന്നത് കേട്ടു സുമൈറ്റിക്ക് വേണ്ടി വഴിമാറിക്കൊടുത്തത് അഗ്നിദേവനാണെന്ന്. എന്നാൽ കൈറ പറയുന്നത് കേട്ടാൽ മനസ്സിലാവും പെട്ടെന്നുണ്ടായ കാറ്റുകൊണ്ടാണ് സുമൈറ്റിക്ക് പൊള്ളലേൽക്കാതെ നടന്നു പോകാൻ സാധിച്ചത്. അഗ്നിദേവന് വഴിമാറി കൊടുക്കാനായിരുന്നെങ്കിൽ ആ ഫയറിംഗ് ജെറ്റ്സ് പ്രവർത്തിക്കാതിരുന്നാൽ പോരെ. ഇവിടെ വഴിയൊരുക്കിയത് വായുദേവനാണ്. സുമൈറ്റിയെയും കൊണ്ട് വീരനും കൈറയും അജുവും ശമ്പലയിലേക്ക് പോകുന്നതിനിടയിൽ അവർ ക്രോസ് ചെയ്യുന്നത് മസ്ക് സെക്ടർ 167 ഇലോൺ മസ്ക് റെഫറൻസ് ആവാം. പിന്നീട് നടക്കുന്ന ഫൈറ്റ് സീനിലും അതൊരു അബാൻഡൻഡ് സ്പേസ് പ്രോഗ്രാം ഔട്ട് പോസ്റ്റ് ആണെന്ന് മനസ്സിലാകുന്നുണ്ട്. സുമൈറ്റിയുടെ ബൗണ്ടി അലേർട്ടിൽ ബുജിയുടെ ഹോളോഗ്രാഫിക് ഡിസ്പ്ലേയിൽ കാണുന്ന വിവരം അനുസരിച്ച് 2886 മുതൽ സുമൈറ്റി കോംപ്ലക്സിലെ അസറ്റാണ്. അതായത് കഴിഞ്ഞ 12 വർഷമായി സുമൈറ്റി കോംപ്ലക്സിലുണ്ട്. ചെറുപ്പം മുതലേ കോംപ്ലക്സിലാണെന്നും അച്ഛനെയും അമ്മയെയും കണ്ടേ ഓർമ്മയേ ഉള്ളൂ എന്നും സുമൈറ്റി ലില്ലിയോട് പറയുന്നതായി കണക്ട് ചെയ്താൽ കൂടുതൽ ക്ലിയർ ആവും. കാസ്റ്റ് ലിസ്റ്റിൽ ദീപിക പദുകോണിൻ്റെ പേരുമില്ല, ക്യാരക്ടർ നെയിമുമില്ല, യാതൊരു ഡീറ്റെയിൽസും ഇല്ല. മറന്നുപോയതാണോ അതോ ഇനി അത് വല്ല ഡയറക്ടർ ബ്രില്യൻസ് ആണോ എന്ന് കണ്ടറിയണം. ചിത്രത്തിൻ്റെ അവസാനം യൗവനം തിരികെ ലഭിച്ച സുപ്രീം യാസ്കിൻ ഗാന്ധീവം ഉയർത്തുന്നതും കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കവിതയും കേൾക്കാം. സബ്ടൈറ്റിൽ ഉപയോഗിച്ചാൽ ട്രാൻസ്ലേഷൻ കൃത്യമായി മനസ്സിലാകും. ഓരോ ഭാഷയിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അർത്ഥം ഇങ്ങനെയാണ്: ജഗന്നാഥൻ്റെ രഥം വീണ്ടും വരുന്നു. രഥചക്രം വരുമ്പോൾ ഭൂമിയിൽ പ്രളയം സൃഷ്ടിക്കും, ഭൂകമ്പം ഉണ്ടാകും. ഇത് തെലുങ്ക് മഹാകവി ശ്രീരംഗം ശ്രീനിവാസ റാവുവിൻ്റെ മഹാപ്രസ്ഥാനം എന്ന കവിതാ സമാഹാരത്തിലെ അവസാനത്തെ കവിതയായ ജഗന്നാഥുനി രഥചക്രാലു എന്ന കവിതയിലെ വരികളാണ്. സുപ്രീം യാസ്കിൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറിക്കഴിഞ്ഞു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.